ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ശർക്കര ജിലേബിയാണ്. നമ്മൾ ശർക്കര മിഠായി എന്ന് പറയുന്നതിന് പണ്ട് കാലങ്ങളിലൊക്കെ ഉത്സവപ്പറമ്പിലൊക്കെയാണ് ഇത് സ്ഥിരമായിട്ട് ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ബേക്കറിയിൽ വാങ്ങിക്കാൻ കിട്ടും. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ഇപ്പോൾ ഇത് ലൈവായിട്ട് ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉഴുന്ന് മാത്രം ഉണ്ടായിരുന്നാൽ മതി. ഉഴുന്നും ശർക്കരയും ഉണ്ടായിരുന്നാൽ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ ശർക്കര ഉരുക്കാൻ വെക്കുകയാണ്. 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 6 ശർക്കര എടുത്തിട്ടുണ്ട്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. അത് ഉരുക്കിയെടുക്കുകയാണ്. ഇതൊരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവരുത്. അത്യാവശ്യം നല്ല തിക്കായിരിക്കണം. പക്ഷേ 1 സ്ട്രിങ് ആവരുത്. ഒരു 1/2 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലൊക്കെ നിർത്തിയാൽ മതി. അതവിടെ മാറ്റി വയ്ക്കുക. നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഒരുപാട് സമയം വെള്ളത്തിലിട്ട് വെക്കണ്ട. കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ഇനി ഇത് വെള്ളമൊക്കെ വാർത്തിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുകയാണ്. വെള്ളം പരമാവധി കുറച്ചിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അരച്ചു. എന്നിട്ട് ഓക്കെ ആണോ നോക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇങ്ങനെയാണുള്ളത്. ഇനി ഞാൻ ഒരു ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തു. ഉഴുന്ന് വടക്കൊന്നും അരയണ പോലെ അരഞ്ഞാൽ പോരാ, നല്ല പേസ്റ്റായിട്ട് അരയണം. ഇപ്പോൾ ഇതാ ഇങ്ങനെയാണുള്ളത്. ഇതുപോലെയാണ് ആവേണ്ടത്. തരി തരിയൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ഐസ്ക്രീം പോലെ അങ്ങനെ ഇരിക്കണം. ഇനി ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയോ എന്നറിയാനൊരു ടെക്നിക്കുണ്ട്. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ചിട്ട് നോക്കുക. അപ്പോൾ താഴേക്ക് ഇറങ്ങി പോവാതെ വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ പൊങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റാണ്, കറക്റ്റ് കൺസിസ്റ്റൻസി ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ് ഞാൻ. ഹോളുള്ള കുപ്പിയോ അല്ലെങ്കിൽ എന്തായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിലാണ്, അപ്പോൾ ഈസി ആണല്ലോ. പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. അതിൽ നിറയെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. എത്ര വലിയ ജിലേബിയാണ് വേണ്ടത് എന്നുള്ളത് അതിനനുസരിച്ച് ഹോൾ ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പാം ഓയിലാണ് യൂസ് ചെയ്തത്. എന്നിട്ട് ആ ഹോൾ ഇട്ടതിന് ശേഷം ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്ര പെർഫെക്ഷൻ കിട്ടണം എന്നില്ല. പിന്നെ അങ്ങ് ഓക്കെ ആയിക്കോളും. പിന്നെ ഷേപ്പൊന്നും ഒരു പ്രശ്നമല്ല. കാരണം നമ്മൾ ജിലേബി വാങ്ങി കഴിക്കുമ്പോൾ അതിങ്ങനെ കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്നും അല്ലല്ലോ ഉണ്ടാവുക. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ചെറിയ ചെറിയ ജിലേബികളായിട്ടാണ് ഞാൻ ചെയ്തത്. വലുത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു ചെറിയ ഒരു ബ്രൗൺ കളറായി വരും ഈ കാണുന്ന പോലെ. അപ്പം നമ്മൾ നേരെ ചൂടോടെ ശർക്കരപ്പാനിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ശർക്കരപ്പാനിയിലേക്ക് ഇട്ട ഉടനെ എടുക്കരുത്. കുറച്ച് സമയം അതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ശർക്കരപ്പാനി നല്ല ചൂടുണ്ടാവണം. എൻ്റെ ശർക്കരപ്പാനി ഒന്ന് ചൂടാറിയിരുന്നു. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് നേരം ശർക്കരപ്പാനിയിൽ ഇങ്ങനെ കിടക്കണം. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ശർക്കരയൊക്കെ അതിലേക്ക് പിടിക്കുള്ളൂ. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ശർക്കര തിളച്ചുകൊണ്ടിരിക്കുന്നത്. മാവ് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ജിലേബി ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബലം വെച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് ഇത്തിരി തിക്കായിരിക്കണം. ബ്ലാക്ക് കളറിൽ ഇങ്ങനെ കാണുന്നത് നേരത്തെ ഇങ്ങനെ ചുട്ടതിൻ്റെ ചെറിയ ചെറിയ പീസസാണ്, കരിഞ്ഞതാണ്. പ്രശ്നമാക്കണ്ട. അതൊന്ന് എടുത്ത് മാറ്റിയാൽ മതിയായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. ഇങ്ങനെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ. അതുകൊണ്ട് 2-3 ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ. ഒരുപാട് വലിയ പാനൊക്കെ വെച്ചിട്ട് ഒരുപാട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കുറേ എണ്ണ അങ്ങനെ ഒരേ സമയം തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വീട്ടിലേക്ക് ആകുമ്പോൾ വളരെ കുറച്ചല്ലേ ഉണ്ടാക്കുള്ളൂ. പൈപ്പിംഗ് ബാഗാണ് ഏറ്റവും സുഖം. കാരണം കറക്റ്റായിട്ട് നമുക്ക് പിടിക്കാനും പറ്റും. ചെറിയ ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരടുപ്പിൽ ഞാൻ ശർക്കരപ്പാവ് വെച്ചിരിക്കുകയാണ്. ഒരടുപ്പിൽ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശർക്കരപ്പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ആക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ജിലേബി ഉണ്ടാക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് വേവാത്തൊരു പ്രശ്നം വരും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് സാവധാനത്തിൽ ഉണ്ടാക്കിയെടുക്കുക.
ഒരു ബാച്ച് ശർക്കരപ്പാനിയിൽ കിടന്ന് ശർക്കരയൊക്കെ കുടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ബാച്ച് ജിലേബി ചുട്ടെടുക്കാം. ശർക്കര അങ്ങനെ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കരുത്, അപ്പോൾ കരിഞ്ഞു പോവും. ഇങ്ങനെ എല്ലാ ബാച്ചും ചെയ്തെടുക്കുക, കുറേശ്ശെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതാ എല്ലാം ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കാണുമ്പോൾ നമുക്കിത് ഭയങ്കര ടഫായൊരു ജോലിയായിട്ട് തോന്നും. സെയിം പ്രോസസ്സ് തന്നെ പഞ്ചസാര ചെയ്യുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഉഴുന്ന് മാത്രം ഉണ്ടായിരുന്നാൽ മതി, വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർക്കേണ്ട കാര്യമില്ല. ബേക്കിംഗ് പൗഡറോ അരിപ്പൊടിയോ കോൺഫ്ലവറോ ഒന്നും വേണ്ട, ഉഴുന്ന് മാത്രം ഉണ്ടായിരുന്നാൽ മതി. ഉഴുന്നും ശർക്കരയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ദാ ഇത്ര പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.